ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഈ സഭകളൊക്കെ യഥാർത്ഥത്തിൽ ഈ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കാനുള്ള, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നിലപാടിനെതിരെയൊക്കെ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുകയും ഇത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് പലപ്പോഴും സഭകളുടെ നിലപാടുകൾ കൂടിയാണ്. ഗുഡ് ഈവനിങ്. ഒരു നയമാറ്റം അനിവാര്യമാണ്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് സന്തോഷകരം. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത്, മദ്യപാനാസക്തി കുറച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം എന്ത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. കാരണം എത്രയോ കുടുംബങ്ങള് ഈ മദ്യപാനം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഭവനങ്ങളിലേക്ക് പൈസ വരുന്നില്ല. അതൊക്കെ മദ്യപാനത്തിനായിട്ട് വിനിയോഗിക്കപ്പെടുകയാണ്. ആ ഒരു മാറ്റം വരാൻ തക്കവണ്ണം ഇതിന് ഈ മദ്യപാനാസക്തി കുറച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ബോധവൽക്കരണം എന്തുകൊണ്ട് നടത്തിക്കൂടാ? അത് സഭകളായാലും സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ജനപ്രതിനിധികളായാലും എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് എന്റെ ചോദ്യം. നമ്മളെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിച്ചു കൂത്താടി എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു പ്രവണത മാറിക്കിട്ടണം. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അത് അവർക്ക് അനിവാര്യമാണ്. അത് കുടിക്കുന്നതിന് ഒരു ലിമിറ്റും അവർക്കുണ്ട്. അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രായോഗികമായി തീരുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമെന്നത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചു കൊണ്ടുവരണം. ശരി, താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ഫാദർ സാമുവൽ പ്രകടിപ്പിച്ചത്. പലപ്പോഴും ഇത്തരം അദ്ദേഹം ഒരു പുരോഹിതൻ കൂടിയാണ്. പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിലല്ല പലപ്പോഴും നിലപാടുകൾ പുറമേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ വളരെ ഗൗരവമുള്ളതാണ്. എങ്ങനെ മദ്യാനാസക്തി കുറയ്ക്കാം, മദ്യത്തിൽ നിന്ന് എങ്ങനെ ആളുകളെ അകറ്റാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മദ്യപിച്ച് ബോധം കെട്ട് കുടുംബത്തിൻ്റെയും സ്വന്തം ആരോഗ്യവും പണവും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റാൻ മലയാളിയെ പഠിപ്പിക്കേണ്ടത് കൂടിയാണ്. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ വി ഡി സതീശൻ്റെ ഒരു യു ടേൺ ആണോ, ഒരു നിലപാട് വിശദീകരണമാണോ? നമസ്കാരം. എനിക്ക് തോന്നിയ സാറേ എന്താ വെച്ചാൽ, ഈ LDF UDF ജനങ്ങളെ വിറ്റുകളാക്കുവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ കർണാടക ബർക്കാട് കമ്പനി പോലെ കർണാടക റേഷൻ ഒത്തിരി വിൽക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അവിടുന്ന് ഈ വില കുറഞ്ഞ അരി വിൽക്കാൻ ഇവർക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് വേണ്ട വ്യവസായമാണ്. അവർ വ്യവസായത്തിൽ അവർക്ക് ഇടതുവശമാണെങ്കിലും വലതുവശമാണെങ്കിലും ഒരു നാണയത്തിന്റെ ഇരുവശമല്ല, ഒരു വശമാണ്. അവർക്ക് വളരണം, നിൽക്കണം, അവർക്ക് രാഷ്ട്രീയം വരണം. ഇതൊക്കെയാണ്. ജനങ്ങളെ കുറിച്ചോ, നമ്മളുടെ ജനങ്ങളെ കുറിച്ചോ, പാവപ്പെട്ട ജനങ്ങളോ ഇവരെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ടു പേരും പറഞ്ഞ സാമുവൽ ഫാദറും പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? അതല്ല വേണ്ടത്. ഞാൻ പറഞ്ഞ മദ്യം 3 തരത്തിലാണ്. വൈനും വേറൊന്ന്, അതുപോലെ തന്നെ ബ്രാൻഡി വേറൊന്ന്, റമ്മ് വേറൊന്ന്, കള്ള് വേറൊന്ന്. ഇത്തരം കാര്യങ്ങൾ 3ആയി തരംതിരിക്കുന്നത്. എല്ലാവരും ഇത് കഴിക്കുന്നില്ലേ? വീര്യം കുറഞ്ഞതല്ലേ കള്ള്? തീർച്ചയായിട്ടും അറിയാം. വൈൻ നമുക്കറിയാം വീര്യം കുറഞ്ഞതല്ലേ. വൈനൊക്കെ കഴിക്കുന്ന ആരാണ്? ഈ ഫാദർമാരെ പോലുള്ള അല്ലെ? അവർക്ക് വീര്യം കഴിക്കാവുന്നല്ലേ, വിളമ്പാവുന്നല്ലേ ഒക്കെ നിയമം വന്നിരിക്കുന്നത്. ഇതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അവനവന്റെ തൽപ്പേര് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മളുടെ ഇവിടുത്തെ പലവ്യഞ്ജന സാധനങ്ങൾ കൃത്യമായിട്ടും വില കുറച്ചിട്ട് സർക്കാരിനെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ തന്നെ പറയാം, സ്ത്രീകളുടെ സൗജന്യ, അതൊക്കെ എത്രയോ നല്ല ജനക്ഷേമ പരിപാടിയാണ്. ഈ മദ്യത്തെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ത്യൻ പുരോഹിതരുടെ വൈൻ കുടിക്കുന്നതും അതിന് ആളുകൾ മദ്യപിച്ച് ബോധം കെടുന്നതിനെയും രണ്ടിനെയും ഒരേ രീതിയിൽ താരതമ്യം ചെയ്യുന്നത് അത് ശരിയല്ല എന്നത് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കാരണം വെച്ചാൽ അവരും വൈൻ എന്ന് പറയുന്ന ഒരു ഭക്ഷണത്തിൽ വൈനിനകത്ത് ശരിയാണ്, വൈനും ഒരു മദ്യമാണ്, അതിലും മദ്യത്തിന്റെ അംശമുണ്ട് എന്ന് കരുതി അതും ഈ പറയുന്നത് പോലെ അത് കുടിക്കുന്നത് കൊണ്ട് രണ്ടും ഒന്നാണ് എന്നൊക്കെ മട്ടിൽ പറയുന്നത് വീര്യം കൂടിയതും കുറഞ്ഞതിനും ഒക്കെ വ്യത്യാസമുണ്ട് ഒരുപാട്. ഉണ്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ മദ്യത്തിന്റെ എല്ലാവരും രുചി അറിഞ്ഞവരാണല്ലോ. പിന്നെ ഇവിടെ KCBC സമരങ്ങൾ നടത്തുന്നു, ഓരോരുത്തർ സമരങ്ങൾ. ഇതൊക്കെ സമരങ്ങൾ എന്തിനാ സാറേ? ആളിനെ ജനങ്ങളെ, നമ്മളെപ്പോലുള്ള ജനങ്ങളെ, പൊതുജനങ്ങളെ വിട്ടിയാക്കാൻ വേണ്ടിയില്ലേ? നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജനസമ്പർക്കമായ എല്ലാ പരിപാടിയാണ് നമുക്ക് വേണ്ടത്. അത് മദ്യത്തിൽ നിന്നാലും കൂടുതൽ സാമ്പത്തികങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആ രീതിയിൽ വരുന്ന രീതിയിലേക്കാണ് ജനങ്ങൾ വരേണ്ടത്. ജനങ്ങൾക്ക് ബോധവൽക്കരണമായിട്ട് മദ്യത്തെ എങ്ങനെ ഇല്ലാതാക്കണം. കാരണം വെച്ചാൽ ഒറ്റയടി കൊണ്ട് ഒരു കാരണവശാലും ഒരു മദ്യപാനിയെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എരുമേലിൽ നിന്ന് വെച്ച് ഒരു സഹോദരൻ പറഞ്ഞത് എന്താണ്, നമ്മൾക്ക് വീര്യം കൂടി മദ്യം വേണം. അവര് 1000 രൂപ പണിയെടുക്കുമ്പോൾ ഷെയർ എടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകണം. സാറേ, അതല്ല നമ്മൾക്ക് വേണ്ട. വീര്യം കുറഞ്ഞ മദ്യമോ വീര്യം കൂടിയ മദ്യമോ അല്ല, നമ്മളിത് കുറയ്ക്കാൻ നോക്കണം.
അല്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ 60 ആക്കുകൾ അടിച്ച് പൂസായി വീഴാനില്ല. നമ്മൾ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ, ഞാനൊരു തൊഴിലാളിയാണ്, ക്ഷീണിച്ച് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങാൻ വേണ്ടി 2 എണ്ണം അടിച്ചിരിക്കും. അല്ലാതെ ഒരു 1/2 ലിറ്റർ സാധനം മേടിച്ച് മുഴുവൻ കുടിച്ച് ഞാനത് വന്ന് തീർച്ചയായിട്ടും അത് പൂസായി എല്ലാവരും കാണിക്കാനല്ല വേണ്ടത്. നമ്മൾ എപ്പോഴും വേണ്ടത് നമ്മളുടെ കുടുംബം, നമ്മളുടെ സുരക്ഷിതമാണെന്ന് നോക്കി വേണം മദ്യപിടിക്കാൻ. ഞാൻ മദ്യപിടിക്കുന്ന ആള്. ഞാൻ മദ്യപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്റെ വീട്ടിലെ സാധനങ്ങൾ മേടിച്ച് നീതി ഉണ്ടെങ്കിൽ മാത്രമേ മദ്യം കഴിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ വേണമല്ലോ ജനങ്ങൾ, അങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തണം. അല്ലാതെ നമ്മൾ മദ്യത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം ബലം നിന്ന് പോരാടി അവരാണ് നടത്തിയത് ഇവരാണ് നടത്തിയതൊന്നും അല്ല വേണ്ടത്. ഈ സർക്കാർ എന്ന് വെച്ചാൽ ബോധവൽക്കരണം ആദ്യം നടത്തണം. മദ്യത്തിന്റെ വിഷമതയെക്കുറിച്ച്, മദ്യത്തിന്റെ ബുദ്ധിമുട്ടെക്കുറിച്ച്, മദ്യത്തിന്റെ വ്യക്തമാണ് ശ്രീ തങ്കച്ചൻ. ഒരാൾ ഒരു നിമിഷം കൊണ്ട് അടച്ചുപൂട്ടി ഇല്ലാതാക്കുമ്പോൾ മദ്യപാന്മാരെല്ലാം മദ്യപിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അത്തരം ചില അഭിപ്രായങ്ങളും KCBC അടക്കം പലപ്പോഴും പറയാറുമുണ്ട്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വേഗത്തിൽ പറയണം. സാറേ നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. എനിക്ക് പറയാനുള്ളത്, ഈ വീര്യം കൂടിയ മദ്യമോ വീര്യം കുറഞ്ഞ മദ്യമോ ഇതൊന്നും വിഷയമല്ല. ഇപ്പോഴത്തെ വിഷയം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടാണ്. VD സതീശന് ഇതിന്റെ നിലപാട് പറയണം. VD സതീശന് കിടന്ന് ഉരുണ്ട് കളിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.